കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കമുണ്ടാക്കിയ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധിയെന്ന് കൊച്ചിയിലെ CBI കോടതിയാണ് വിധി പറയുക. CPM-ലെ വിവിധ ഘടകങ്ങളിലെ നേതാക്കൾ പ്രതികളായതാണ് കേസ്. CBI അന്വേഷണം ഒഴിവാക്കാൻ സർക്കാർ സുപ്രീം കോടതി വരെ അപ്പീൽ നൽകിയിരുന്നു. കേസിൽ ആകെ 24 പേരാണ് പ്രതികൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും രാഷ്ട്രീയ വ്യക്തിവൈരാഗ്യങ്ങളിൽ CPM ക്രിമിനൽ സംഘം റോഡിൽ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. 2019 ഫെബ്രുവരി 17-നായിരുന്നു സംഭവം. മുൻ MLA-യും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചായിരുന്നു CBI അന്വേഷണത്തിന് വഴി തുറന്നത്. CBI അന്വേഷണം തടയാൻ സർക്കാർ സുപ്രീം കോടതിയിലും പോയിരുന്നു. CBI അന്വേഷണത്തിലാണ് നേരത്തെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന CPM നേതാക്കളടക്കം 10 പേരുടെ കൂടി പങ്കാളിത്തം തെളിഞ്ഞതും ഇവർ പ്രതികളായതും. 2021 ഡിസംബറിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. 2023 ഫെബ്രുവരിയിലായിരുന്നു വിചാരണ ആരംഭിച്ചത്. ആസൂത്രിതമായാണ് കൊലപാതകം നടന്നതെന്നും കൊലപാതകത്തിലേക്ക് നയിച്ച ഗൂഢാലോചനകൾ നടന്നതായും CBI കണ്ടെത്തിയിരുന്നു. CPM പ്രാദേശിക ഭാരവാഹികൾ മുതൽ ജില്ലാ നേതാക്കൾ വരെ പ്രതികളായ കേസിലെ വിധി CPM-നും നിർണായകമാണ്. ജനം, കൊച്ചി.